السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. فاللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാരെ, വിശ്വാസികളെ, റിയാദുസ് സാലിഹീനിൽ പലിശയുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഗൗരവം വിശദീകരിക്കുന്ന അധ്യായമാണ് കഴിഞ്ഞ ക്ലാസ്സിലൂടെ നമ്മൾ സംസാരിച്ചു വെച്ചത്. ഈ സഹോദരങ്ങളെ, അടുത്ത അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ബാബു തഹ്രീമുർ റിയാ. തഹ്രീമുർ റിയാ, റിയാ എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും സാധാരണ കേട്ട് പരിചയമുള്ള ഒരു പ്രയോഗമാണ്. റിയാ, ലോകമാന്യം, പ്രദർശനപരത, ആളുകളെ കാണിക്കാൻ വേണ്ടി പ്രവൃത്തി ചെയ്യൽ എന്നൊക്കെയുള്ള ഉദ്ദേശാർത്ഥം നമ്മൾ സാധാരണഗതിയിൽ പ്രയോഗിക്കുന്ന ഒരു പദമാണെന്ത്? റിയാ. അത് കടുത്ത നിഷിദ്ധമായ സംഗതിയാണ്. ഷിർക്കുൻ ഖഫിയാണ്, ഷിർക്കാണത്. പക്ഷേ ഇബാദത്തിൽ നേർക്കുനേരെ ഒരാളെ പങ്കു ചേർക്കുന്നില്ലെങ്കിലും, ഇബാദത്തൊക്കെ അള്ളാഹ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്, പേരിന് അങ്ങനെ തന്നെയാണെങ്കിലും, ആ ഇബാദത്തിലൂടെ ഞാൻ ഇതും കൂടി ലക്ഷ്യം വെക്കുകയാണ്. ആളുകൾ എന്നെ പ്രശംസിക്കണം, ആളുകളിൽ നിന്ന് നല്ല വാക്കുകൾ കിട്ടണം, ആളുകൾ എന്നെ പുകഴ്ത്തണം, ആളുകൾ അറിയണം, ആളുകളിൽ പ്രസിദ്ധി ഉണ്ടാകണം, ആളുകൾക്കിടയിൽ ഒരാളാവണം. ഇങ്ങനെയൊക്കെ വരുന്നിടത്ത് റിയാ കടന്നു വരികയാണ്. വളരെ ഗൗരവത്തോടുകൂടി ഓരോരുത്തരും അവരവരുടേതായ നിയ്യത്ത് നന്നാക്കിക്കൊണ്ടല്ലാതെ മറ്റൊരാളെക്കുറിച്ച് വിധി എഴുതാനാവാത്തൊരു മേഖലയാണിത്. എനിക്ക് മറ്റൊരാളെക്കുറിച്ച് അയാളത് റിയാന് ചെയ്യാണെന്ന് പറയാൻ കഴിയൂല. വേറൊരാൾക്ക് എന്നെക്കുറിച്ച് അയാളത് റിയായിന് വേണ്ടി ചെയ്യുകയാണെന്ന് പറയാൻ കഴിയൂല. കാരണം എന്താ വെച്ചാൽ ഇത് മനസ്സുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഇതെൻ്റെ പുറത്തേക്കുള്ള പ്രവൃത്തിയല്ല, പുറമേക്കുള്ള പ്രവൃത്തി നോക്കിയിട്ടല്ല റിയാ കണക്കാക്കുന്ന കേന്ദ്രം. അത് ഖൽബിലാണ്. എൻ്റെ നിയ്യത്ത് എന്താണ്, ഞാൻ എന്താണ് ഉദ്ദേശിച്ചത്, അത് എനിക്കും എൻ്റെ ഖൽബിൻ്റെ നിയന്താവായ റബ്ബിനും മാത്രം അറിയാവുന്ന കേസാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഓരോരുത്തരും അവരവർ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന മേഖലയിൽ അവരവരുടെ നിയ്യത്ത് നന്നാക്കലല്ലാത്ത യാതൊരു പ്രതിവിധിയും ഇതിനില്ല. കാരണം ഇഖ്ലാസിൻ്റെ കേന്ദ്രം, നിയ്യത്തിൻ്റെ കേന്ദ്രം, മഹല്ലുൻ നിയ്യത്തി അൽ ഖൽബു, ഹൃദയമാണ്. അതുകൊണ്ട് തന്നെ ഈ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ 3 സൂക്തങ്ങളാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസുകൾ പറയുന്നതിൻ്റെ മുമ്പേ കൊണ്ടുവന്നിട്ടുള്ളത്. ഒന്നാമത്തത് നമുക്കെല്ലാം സുപരിചിതമായ ലം യകുനില്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി എന്ന് ആരംഭിക്കുന്ന സൂറത്തുൽ ബയ്യിനയിലെ ആയത്താണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫാ വയുഖീമുസ് സ്വലാത്ത വയുഅ്തുസ് സകാത്ത വദാലിക ദീനുൽ ഖയ്യിമ. ഈ സൂക്തമാണ് സൂറത്തുൽ ബയ്യിനയിലെ 5-ാമത്തെ ആയത്തായി അല്ലാഹു തആല പഠിപ്പിച്ചിട്ടുള്ള വമാ ഉമിറൂ, അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അള്ളാഹു ആണല്ലോ കൽപ്പന നടത്തിയത്. എന്തുകൊണ്ടാണ് അവൻ നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്? വമാ ഉമിറൂ, അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല, ജനങ്ങൾ കൽപ്പിക്കപ്പെട്ടിട്ടില്ല എപ്രകാരമല്ലാതെ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ്, അവർ അള്ളാഹുവിനെ ആരാധിക്കണം എന്നുള്ളതല്ലാതെ. നമ്മളോടുള്ള കൽപ്പന അള്ളാഹിനെ നമ്മൾ ആരാധിക്കണം. എപ്രകാരമാണ് നമ്മൾ അള്ളാഹുവിന് ഇബാദത്തുകൾ ചെയ്യേണ്ടത്? മുഖ്ലിസീന, ആത്മാർത്ഥതയുള്ളവരായി, നിഷ്കളങ്കരായി. അതാണ് മുഖ്ലിസീന. ഇഖ്ലാസുള്ളവരായി, നിഷ്കളങ്കരായി. എപ്രകാരം? മുഖ്ലിസീന ലഹുദ്ദീൻ, അള്ളാഹുവിന് മാത്രം നമ്മുടെ മനസ്സിൻ്റെ ആ കീഴ്വണക്കത്തെ അവനിലേക്ക് മാത്രം തിരിച്ചുവിടാനാണ് ഇബാദത്തിൻ്റെ വേളയിൽ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. വേറൊന്നിൽക്കും തിരിച്ചു വിട്ടുകൂടാ. എന്നിട്ടൊന്നുകൂടെ അതിൻ്റെ ഒരു വിശദീകരണം പറയാണ്. ഹുനഫാ, അങ്ങനെയുള്ളവരുടെ മനസ്സുകൾ സ്ട്രൈറ്റ് ലെവലിലായിരിക്കും. അതാണ് ഹുനഫാ എന്ന് പറഞ്ഞാൽ. ഹനീഫ് എന്ന് പറഞ്ഞാൽ സ്ട്രൈറ്റ് വേയിലൂടെയാണ് പോണേ. ആ ഒരു മനസ്സിൻ്റെ ഉടമക്കാണ് ഹനീഫ് എന്ന് പറയുക. അങ്ങോട്ടും ചാഞ്ഞിട്ടില്ല, ഇങ്ങോട്ടും ചാഞ്ഞിട്ടില്ല. അതാണ് മുസ്തഖീമായ നേരായ ഒരു വഴി. അതാണ് ഹനീഫ്. ഇന്ന ഇബ്രാഹിമ കാന ഉമ്മത്തൻ ഖാനിതൻ ലില്ലാഹി ഹനീഫാ. ഹനീഫായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാം. ഞാൻ ഹനീഫാണ്. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫൻ. കേട്ടോ, ഞാൻ വളരെ ഋജുമാനസൻ,
മനസ്സിന് വളവും തിരിവൊന്നുമില്ല, വേറെ ഒന്നിൽക്കും മനസ്സ് ചാഞ്ഞിട്ടും ചെരിഞ്ഞിട്ടൊന്നുമില്ല, റബ്ബിലേക്ക് മാത്രം, മനസ്സിൽ വേറെ ഒരു കളങ്കവുമില്ല. അതാണ് സുമനസ്, ഋജുമാനസൻ എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ ഭാഷാന്തരം നടത്തുന്ന പ്രയോഗം. അപ്പം അപ്രകാരം ക്ലിയർ ആയിരിക്കണം നമ്മുടെ മനസ്സ്. നമ്മുടെ ഓരോ ഇബാദത്തിലൂടെയും വേറൊരാളുടെ പ്രശംസ പിടിച്ചു പറ്റൽ ലക്ഷ്യമാവരുത്. വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീന ഹുനഫാഅ വയുഖീമുസ് സ്വലാത്ത്, നിസ്കാരം നിലനിർത്തുവാനും അവർ കൽപ്പിക്കപ്പെട്ടു. വയുഅ്തുസ് സകാത്ത, സകാത്ത് കൊടുക്കാനും കൽപ്പിക്കപ്പെട്ടു. അവിടെയൊക്കെ ഈ നിയമങ്ങൾ ബാധകമാണ്. വദാലിക ദീനുൽ ഖയ്യിമ, അതാണ് ശരിയായ മത ചിട്ട പാലിക്കൽ, അതാണ് യഥാർത്ഥത്തിലുള്ള ഒരു ജീവിതം. മതജീവിതം എന്ന് പറയുന്നത് അതായിരിക്കണം. അപ്പോൾ അള്ളാഹുവിനോട് യഥാർത്ഥത്തിൽ മുഖ്ലിസായ ഒരു വ്യക്തി, അയാളുടെ ഹൃദയത്തിൽ റിയാ ഉണ്ടാവില്ല. മറിച്ച് അയാളുടെ ഏതേത് ഇബാദത്തുകളുടെയും ലക്ഷ്യം അള്ളാഹുവിൻ്റെ പൊരുത്തമായിരിക്കും, പരലോക വിജയമായിരിക്കും. അതിൽ നിന്ന് വ്യത്യസ്തമായി കൊണ്ടുള്ള നേട്ടങ്ങൾ കണ്ണിൽ കാണുന്നുവെങ്കിൽ, ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതൊക്കെ റിയാഇൻ്റേതായ മേഖലയിലേക്കാണ് വഴിമാറി അതപ്പതിച്ചു പോവുക. ഇതാണ് ഞാൻ പറയുന്നത്. ഇത് മനസ്സാണ് ഇതിൻ്റെ കേന്ദ്രം. ഇതൊരാൾക്ക് കണക്കാക്കാൻ പറ്റൂല, ഇതൊരാൾക്ക് മനസ്സിലാക്കാൻ പറ്റൂല. അയാൾ അതിന് വേണ്ടി ചെയ്യണമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ആവാതിരിക്കാൻ നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. ചിലപ്പോൾ നമ്മൾ തെറ്റിദ്ധാരണയാണെങ്കിലോ. അപ്പോൾ അതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്, അത് അള്ളാഹ്ക്കേ അറിയുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ കണ്ണിൽ തങ്കപ്പെട്ട പ്രവർത്തനങ്ങളായതുകൊണ്ട് പോലും നമ്മൾ ഇനി വരാൻ പോകുന്ന ഹദീസിൽ വായിക്കുന്നുണ്ട്, പരലോകത്ത് ആ വ്യക്തിക്ക് എന്ത് കിട്ടുന്നത്? നരകം കിട്ടുകയാണ്. സ്വർഗത്തിലെ ഉന്നത പദവിയാണ് കിട്ടേണ്ടിയിരുന്നത് നമ്മുടെ കാഴ്ചക്കനുസരിച്ച്. അപ്പോൾ കാഴ്ചയല്ല ഇത്. നമ്മൾ കാണാത്തൊരു ഇടത്തിൽ നടന്ന എന്തോ മാലിന്യമാണ് അയാളെ നരകത്തിലേക്ക് എത്തിച്ചത്. അതാണ് കാണാത്ത ഇടമാണ് ഖൽബ്. അതറിയുന്നവൻ അള്ളാഹു മാത്രമാണ്. അതുകൊണ്ടാണ് ഇത് ഓരോരുത്തരും സൂക്ഷിക്കലല്ലാത്ത ഒരു വഴി ഇതിനില്ല. ഇതിന് വേറൊരാൾ സൂക്ഷിച്ചിട്ട് കാര്യമില്ല, വേറൊരാൾക്ക് ശ്രദ്ധിച്ചിട്ടും പരിഹാരമാവില്ല. അവനവൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കലല്ലാത്ത വേറെ ഒരു കുറുക്ക് വഴിയും ഇതിനില്ല. പത്രത്തോളം ഗൗരവമാണ് വിഷയം. അതുകൊണ്ടാണ് ഒന്നാമത്തെ വചനം തന്നെ നമുക്കതിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്തി തന്നിരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ സൂക്തത്തിൽ എന്താണ് പറയുന്നത്? യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുബ്തിലൂ സദഖാതികും ബിൽ മന്നി വൽ അദാ കല്ലദീ യുൻഫിഖു മാലഹു റിആഅൻ നാസ് വലാ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. സൂറത്തുൽ ബഖറ 264 ആയത്തിൽ അല്ലാഹു പറഞ്ഞു. അവിടെ എന്താ വിഷയം? യാ അയ്യുഹല്ലദീന ആമനൂ, ഹേ സത്യവിശ്വാസികളെ, ലാ തുബ്തിലൂ, നിങ്ങൾ ബാത്തിലാക്കി കളയരുതേ, നിങ്ങൾ നിഷ്ഫലമാക്കി കളയരുതേ. അബ്തല യുബ്തിലു, അബ്തല ബാത്തിലാക്കി, നിങ്ങൾ നിഷ്ഫലമാക്കി കളയരുതേ. സദഖാതികും, നിങ്ങളുടെ ദാനധർമ്മങ്ങളെ, നിങ്ങളുടെ സദഖകളെ, നിങ്ങളുടെ ദാനധർമ്മങ്ങളെ നിങ്ങൾ ബാത്തിലാക്കി കളയരുതേ. എപ്രകാരം? ബിൽ മന്നി, മന്ന് നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ വിശദീകരിച്ചിട്ടുണ്ട്. കൊടുത്ത ഉപകാരത്തെ വിളിച്ചു പറയലാണ്, എടുത്തു പറയലാണ് മന്ന്. അത് ചെയ്യുന്നവനാണ് മന്നാൻ. അതുകൊണ്ടാണ് അവനെ നാളെ മഹ്ശറിൽ അല്ലാഹ് കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കൂല, അവനോട് റബ്ബ് കരുണ ചെയ്യൂല, അവനെ ഒരിക്കലും റബ്ബ് പരിഗണിക്കൂല, അവന് അതികഠോരമായ നരകശിക്ഷയുണ്ടാവുകയും ചെയ്യുമെന്ന ആമുഖത്തോടെ പറഞ്ഞ അൽ മന്നാൻ. കൊടുത്തത് എടുത്തു പറയാ, കൊടുത്തത് എടുത്ത് വിളിച്ചു പറയാനുള്ള അധികാരം പ്രപഞ്ചത്തിൽ ഒരു ശക്തിക്കേയുള്ളൂ, അത് അള്ളാഹു മാത്രമാണ്. അതുകൊണ്ട് അള്ളാഹിൻ്റെ പേരാണെന്ത്? മന്നാൻ. അള്ളാഹിൻ്റെ ഇസ്മിൽപ്പെട്ടതാണ് മന്നാൻ. അതുകൊണ്ട് കുട്ടികൾക്ക് പേരിടുമ്പോൾ നമ്മൾ അബ്ദുൽ മന്നാൻ എന്ന് പേരിടും. അള്ളാഹിൻ്റെ ഒരു നാമാണ്. മനുഷ്യന് മന്നാനാവാൻ പറ്റൂല. അവനക്ക് എന്തായാലും അവന് ഉടമയായിട്ട് വേണ്ടേ? അവൻ്റെത് വേറെ കിട്ടിയതല്ലേ, എവിടുന്നും കിട്ടാത്തത് റബ്ബിൻ്റെ അല്ലേ. അപ്പം അതുകൊണ്ട് കൊടുത്തത് എടുത്തു പറയുന്ന ആ മഞ്ഞ് നമ്മൾ എപ്പോഴെങ്കിലും നിർവഹിച്ചോ, ആ സദഖ ബാത്തിലാക്കി നമ്മളായിട്ട് ബാത്തിലാക്കി കളഞ്ഞു. ഒന്ന് അത്. വൽ അദാ, രണ്ടാമത്തെ കാരണം എന്തായിരുന്നു? കൊടുത്തത് എടുത്തു പറയുന്നത് മാത്രമല്ല, അവൻ അതിൻ്റെ പേരിൽ ഇങ്ങനെ അവനെ ശല്യം ചെയ്യുന്നു. എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അവൻ മരണം വരെ ഇങ്ങനെ അത് കേൾക്കേണ്ടി വരികയാണ്. ഞാൻ ചെയ്തിട്ടല്ലേ ഇപ്പം ഇങ്ങനെ നടക്കണത്, അതൊക്കെ ഇപ്പം അങ്ങനെയല്ലേ എങ്ങനെയല്ലേ, ഞാൻ വിശദീകരിക്കുന്നില്ല, മുമ്പ് ഞാൻ വിശദീകരിച്ചു, അതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. അപ്പോൾ ആ രണ്ട് കാരണങ്ങൾ ഇവിടെ ഈ അധ്യായത്തിൽ ഇത് കൊണ്ടുവരാനുള്ള കാരണം എന്താ? അത് അടുത്ത ആയത്താ. അത് രണ്ടിനെയും ഏതിനോടാ ഉപമിച്ചത്? അതാണ് ഇപ്പം നമ്മുടെ അധ്യായം. കൊടുത്തത് എടുത്തു പറയുകയും അതിലൂടെ സ്വീകർത്താവിനെ ശല്യപ്പെടുത്തുകയും ചെയ്താൽ സദഖ ബാത്തിലായി പോകും. അതേതുപോലെയാണ്? അതാണ് നമ്മളെ വിഷയം. കല്ലദീ, ഒരുത്തനെ പോലെ. അയാളെന്ത് ചെയ്യുന്നു? യുൻഫിഖു, അയാൾ ചെലവഴിക്കുന്നു. മാലഹു, തൻ്റെ ധനത്തെ അയാൾ ചെലവഴിക്കുന്നു. എന്തിനു വേണ്ടി? അന്നാസ്,
അയാൾ കൊടുത്തത് വിളിച്ചു പറയുന്നൊന്നുമില്ല, ശല്യപ്പെടുത്തിയിട്ടൊന്നുമല്ല. മറിച്ച് അയാളുടെ ലക്ഷ്യം എന്താണ്? 4 ആൾ അറിയണം. റിയാ അന്നാസ്. റിയാ എന്നുള്ള അറബി പദം ഞാൻ നേരത്തെ പറഞ്ഞു. റാ ആ, അതാണ് അതിൻ്റെ മംഗ്ലി. റാ ആ, റാ അലിഫ്, പിന്നെ ഹംസ ഇട്ടു, പിന്നെ അവസാനം യാ ഇടുന്നു. റാ ആ, പിന്നെ യുറായി, അത് കാണിക്കല, അതിന് മുദാരി അങ്ങനെയാണ്. അതിൽ നിന്നുള്ള മസ്തറാണ് റിയാ മുറാആത്ത് എന്നൊക്കെ പറയും. റിയാ മുറാആത്ത്, കാണിക്കൽ, കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കൽ. അതാണ് ആ ഭാഷയിലുള്ള പ്രയോഗം. ഏതുപോലെ ജാഹദ യുജാഹിദു ജിഹാദുൻ മുജാഹദത്തുൻ എന്ന് പറയുന്നില്ലേ? റാ യുറായി റിയാ മുറാആത്ത്, അതേപോലെയുള്ള പ്രയോഗമാണത്. അപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവൃത്തി. കല്ലദീ യുൻഫിഖു, ഒരാൾ ചെലവഴിക്കുന്നു, മാലഹു, തൻ്റെ ധനത്തെ, റിആ അന്നാസി, ആളുകൾ കാണാൻ വേണ്ടി. അപ്പോൾ അയാളുടെ ലക്ഷ്യം അള്ളാഹിൻ്റെ പൊരുത്തൊന്നുമല്ല. അയാളുടെ ലക്ഷ്യം എന്താണ്? ആളുകൾ കാണണം, ആളുകൾ തന്നെക്കുറിച്ച് പുകഴ്ത്തി സംസാരിക്കണം, ആളുകൾ തന്നെ പ്രശംസിക്കണം. അയാൾ പാവങ്ങളുടെ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കുന്ന, അങ്ങനെ എന്ത് കാര്യത്തിനും അയാൾ മുന്നിലുണ്ടാകും എന്നുള്ള പ്രശംസ അയാൾ ആഗ്രഹിക്കുന്നു. അതായിരുന്നു, അതിനു വേണ്ടിയാണ് അയാൾ ആ ചെയ്യുന്നതെങ്കിൽ, അതാണ് ഞാൻ പറഞ്ഞത്, അയാളുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് ഒരാൾക്കും മനസ്സിലാക്കാൻ പറ്റൂല. അയാൾ പരസ്യമായി കൊടുത്തു എന്നുള്ളത് തെളിവാക്കാൻ പറ്റുമോ? പരസ്യമായി കൊടുക്കാന്ന് ഖുർആൻ പറഞ്ഞതല്ലേ? നിങ്ങൾ പരസ്യമായി കൊടുത്തോ? ഇൻ തുബ്ദു സദഖാതി ഫനിഅമ്മാ ഹിയ എന്നാണ് പറയുന്നത്. ഇൻ തുബ്ദു സദഖാതി, നിങ്ങൾ ദാനധർമ്മങ്ങൾ പരസ്യപ്പെടുത്തുകയാണെങ്കിലോ, ഫനിഅമ്മാ ഹിയ, അപ്പോൾ അത് എത്ര നല്ലതാണ്. വയിൻ തുഖ്ഫൂഹ, ഇനി നിങ്ങളത് ഗോപ്യമാക്കുകയും വതുഅ്തുഹൽ ഫഖറാ, നിങ്ങളത് വളരെ രഹസ്യമായി കൊടുക്കുകയാണെങ്കിൽ ഫഹുവ ഖൈറുൽ ലക്കും, ഏറെ ഉത്തമമാണ്. ഓരോന്നിനും ഓരോന്നിൻ്റെ മഖാമുകളുണ്ട്, സ്ഥലങ്ങളുണ്ട് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാളുടെ മനസ്സിൽ അത് നൽകുമ്പോൾ അയാൾക്ക് ധനം നൽകലാവട്ടെ, ഇബാദത്തിൻ്റെ മറ്റേത് പ്രവർത്തനങ്ങളാവട്ടെ, സൽക്കർമ്മങ്ങളുടെ പട്ടിക ഇസ്ലാമിൽ നമുക്ക് എണ്ണി തീർക്കാനാവില്ല. ഏതെല്ലാം നന്മകളുണ്ടോ, ഏതെല്ലാം ഹസനാത്തുകളായിട്ട് നമ്മൾ എണ്ണപ്പെടുന്നവയുണ്ടോ, അവയൊക്കെ ചെയ്യുമ്പോഴും ഇത് ബാധകമാണ്. അത് ഓരോരുത്തർക്ക് ശ്രദ്ധിക്കാനും കൺട്രോൾ ചെയ്യാനും പറ്റുകയുള്ളൂ. മാത്രമല്ല അള്ളാഹുവിനോട് എപ്പോഴും കാവൽ ചോദിക്കുകയും ചെയ്യേണ്ടതുണ്ട്. കാരണം മനസ്സുകളിൽ സ്വാഭാവികമായി വന്നു ചേരാവുന്ന പൈശാചിക ദുർബോധനങ്ങളാണിത്. കാരണം ശൈത്താൻ എപ്പോഴും അതിനാ ശ്രമിക്കുക. ശൈത്താൻ്റെ ശ്രമങ്ങൾ എപ്പോഴും ഉണ്ടാവുക മനുഷ്യനെ 2-3 വിധത്തിലൊന്നല്ല, നാനാവിധത്തിലും ശൈത്താൻ മനുഷ്യനെ ശല്യപ്പെടുത്തും. ഒന്നുകിൽ അവൻ നമ്മെ കൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യാതാക്കലാണ് അവൻ്റെ ഏറ്റവും വലിയ ദുർബോധനം. ഒരു സൽക്കർമ്മം ചെയ്യാൻ ഒരുങ്ങുകയാണ് നമ്മൾ, അപ്പോൾ ശൈത്താൻ അത് വേണ്ടാന്നാക്കാനുള്ള വഴികളൊക്കെ നോക്കും. അല്ല, ഞാൻ അതിനെയൊക്കെ മറികടന്ന് ഞാൻ സൽക്കർമ്മം ചെയ്യുന്നതാണെങ്കിലോ, എന്നാൽ പിന്നെ ശൈത്താൻ അടുത്ത കാൽവെപ്പ് നടത്തുക എന്താണ്? ശരി, ഏതായാലും ഇപ്പോൾ പള്ളിക്ക് പോകുന്നതാണ്, എന്നാൽ ഞാൻ നിസ്കാരത്തിൻ്റെ കൂലി അവന് കിട്ടാതിരിക്കണം, അതിനെന്താ വഴി നോക്കും, അടുത്ത പരിപാടി. അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വെക്കും ശൈത്താൻ, ഒരു സ്റ്റെപ്പല്ല. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ എന്ത് പറയുന്നതും, വലാ തത്തബിഉ ഖുതുവാത്തി ശൈത്താൻ, നിങ്ങൾ ശൈത്താൻ്റെ കാലടിപ്പാടുകളെ, സ്റ്റെപ്പ് എന്നല്ല, കാലടികളെ ഒരുപാടെണ്ണുണ്ട് അവൻ സ്വീകരിക്കുന്ന വഴി. അത് ഖുർആൻ തന്നെ പറഞ്ഞതാണ്. സുമ്മലാതിയന്നഹും മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം വഅൻ അയ്മാനിഹിം വഅൻ ശമാഇലിഹിം, നാനാവിധത്തിലും പണിയെടുക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ഖുതുവാത്തുകളാണ് അവനുള്ളത്, ഒരു ഖുതുവത്തല്ല. അപ്പം അതുകൊണ്ട് അതൊക്കെ എപ്രകാരമൊക്കെയാണ് നമ്മുടെയൊക്കെ മനസ്സിലേക്ക് കടന്നു വരിക എന്നുള്ളത് അള്ളാഹുവിൻ്റെ കൺട്രോൾ ഉണ്ടെങ്കിൽ തന്നെ നടക്കുള്ളൂ. റബ്ബാണ് മനുഷ്യ മനസ്സുകളെ മാറ്റിമറിക്കുന്നവൻ. യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനായ അള്ളാഹുവേ, സബ്ബിത്ത് ഖൽബി അലാ ത്വാഅതിക അലാ ദീനിക എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പ്രധാനമായി ഇത് കടന്നു വരണം. കാരണം ഖൽബിൻ്റെ ഉള്ളിലാണ് ഇഖ്ലാസും നിഫാഖും റിയാ ഒക്കെ മനസ്സിലാക്കപ്പെടുക. അതാണെങ്കിൽ പരലോക കോടതിയിൽ അവിടെ എത്തിയിട്ട് തിരിച്ചു വന്നിട്ട് പരിഹാരം കാണാനൊരു വകുപ്പില്ലാത്ത സംഗതിയാണ്. അതുകൊണ്ട് ഏറെ ഭയപ്പെടേണ്ടതുണ്ട്. എൻ്റെ ഉമ്മത്തിന് ഞാൻ ഏറെ അത് ഭയപ്പെടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഇത് റിആ അന്നാസി, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി അയാൾ ചെലവഴിക്കുന്നതോടുകൂടി അയാൾ മന്നോ അതയോ ഒന്നും നടത്തിയിട്ടില്ലെങ്കിൽ തന്നെ അയാളെ സദഖ എന്തായി? ബാത്തിലായി. അപ്പോൾ അതാണ് ഈ അധ്യായത്തിൽ ആ ആയത്ത് കൊണ്ടുവരാനുള്ള കാരണം. മൂന്നാമതായി ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ച ആയത്ത് സൂറത്തുൻ നിസായിലെ 142 സൂക്തമാണ്. അത് മുനാഫിക്കുകളുടെ സ്വഭാവത്തെ സംബന്ധിച്ച് പറയാണ്. വഇദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാലാ യുറാഊന അന്നാസ് വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീലാ. മുനാഫിഖീങ്ങളുടെ സ്വഭാവം പറയുന്ന കൂട്ടത്തിൽ അല്ലാഹു തആല പറയാണ്, അവർ നിസ്കരിക്കൂല എന്നല്ല പറയുന്നത്. വഇദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാലാ, നിസ്കരിക്കാനൊക്കെ വരും, പക്ഷെ എല്ലാം മടിയന്മാരായിരിക്കും. ഇനിയിപ്പോൾ ഇതൊന്നാണ് പോകണല്ലോ, ഇതൊന്നാൻ കഴിഞ്ഞ് കിട്ടണമല്ലോ, ഒരു ഉന്മേഷത്തോടെ അവൻ നിസ്കരിക്കുന്ന ദിവസമേ ഉണ്ടാവില്ല. അപ്പം അതിനോടൊരു താല്പര്യക്കുറവായിരിക്കും.
താല്പര്യമില്ല. താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഉന്മേഷം ഉണ്ടാവും. ഏതൊരു കാര്യം അങ്ങനെയാണല്ലോ. എനിക്ക് താല്പര്യമുള്ളതിൽ എനിക്ക് നല്ല ഉന്മേഷവാനായിരിക്കും ഞാൻ. എനിക്ക് താല്പര്യമില്ലാത്ത സംഗതിയാണെങ്കിൽ വേഗം എനിക്ക് മടുപ്പും കൂട്ടുവായൊക്കെ വരും. അത് ഏത് വിഷയത്തിലും ഏത് ഖൈറിലും അങ്ങനെ തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ മുനാഫിക്കുകളെ കുറിച്ച് അല്ലാഹു തആല അവരുടെ സ്വഭാവം പറയാണ്. അവർ നിസ്കാരത്തിന് വരുന്നത് തന്നെ, നിസ്കാരത്തിന് വേണ്ടി അവർ എഴുന്നേൽക്കുന്നത് തന്നെ, അവരതിനു വേണ്ടി വരുന്നത് പോലും താല്പര്യം ഉണ്ടായിട്ടല്ല. അവർക്കതിന് വലിയ താല്പര്യമൊന്നുമില്ല. കുസാല, അവർ മടിയന്മാരാണ്. പിന്നെയോ യുറാഊനന്നാസ്, അതാണ് ഇവിടുത്തെ പോയിന്റ്. യുറാഊനന്നാസ്, അവർ ജനങ്ങളെ കാണിക്കുന്നവരാണ്. അപ്പം ജനങ്ങൾ കാണുന്ന നിസ്കാരത്തിന് വരാനേ അവർക്ക് താല്പര്യം ഉണ്ടാവുള്ളൂ. നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും, മുനാഫിഖിന് ഏറ്റവും ഭാരമേറിയ നിസ്കാരം ഇശയും ഫജ്റും ആണ് എന്നൊരു റിപ്പോർട്ടിൽ കാണാൻ സാധിക്കും. അപ്പം നമ്മൾ വിചാരിക്കുക, എന്താ അപ്പം ഇശയും ഫജ്റും അവർക്ക് ഇത്ര പ്രയാസം? അത് രണ്ടും ഇരുട്ടത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുന്ന കാലത്ത് മദീനത്തെ പള്ളിയിൽ ഇരുട്ടല്ലേ. എപ്പോഴെങ്കിലും ഒരു ജെയ്ത്ത്, അതന്നെ ചിലപ്പോൾ ഉള്ളത് ഈത്തപ്പനൻ്റെ മട്ടൽ കത്തിച്ചു വെക്കായിരുന്നു. ഈത്തപ്പനൻ്റെ മട്ടൽ കത്തിച്ചു വെക്കായിരുന്നു മദീനത്തെ പള്ളിയുടെ പുറത്ത്. മട്ടൽ കത്തിച്ച് തീ കൊടുത്തിട്ട് ഇങ്ങനെ കൊളുത്തി വെക്കും. നമ്മൾ പന്തക്കുറ്റി കത്തിച്ച് വെക്കൂലേ, നമ്മൾ കുട്ടികൾ പണ്ടൊക്കെ കാലത്ത് ചൂട്ട് മിന്നിയിട്ട് ഓലച്ചൂട്ട് കൊണ്ട് നടന്നിരുന്നു. അതിൻ്റെ പുറമെ ഈ ബാമ്പുവിൻ്റെ മറ്റേ മുളയുടെ തണ്ടിൽ അതിലെന്ത് ചെയ്യും, മണ്ണെണ്ണ ഒഴിച്ചിട്ട് അതിൻ്റെ തലക്കല ഒരു പുതിയ കുട്ടികൾക്ക് മനസ്സിലാവാനാണ് ഞാൻ പറയുന്നത്, ഇതൊക്കെ അറിയണവർക്ക് പ്രശ്നമൊന്നുമില്ല. ഒരു ശീല കൊണ്ടൊരു ഇതൊക്കെ കെട്ടിയിട്ട് ആ അയിമൽ തീ കൊടുക്കും, എണ്ണ അങ്ങനെ ആക്കിയിട്ട്. പിന്നെ അതിങ്ങനെ കേടാൻ നേരത്ത് ഒന്നും കൂടി ചരിക്കും, അപ്പോൾ ഒന്നും കൂടി കത്തും. അങ്ങനെ പന്തക്കുറ്റിന്ന് അതിന് പറയാം. പന്തം കൊളുത്തി പ്രകടനം എന്നൊക്കെ കേട്ടിട്ടില്ലേ? നമ്മളൊക്കെ മദ്രസയിലേക്ക് പണ്ട് പോയിരുന്നത് പിന്നെ രണ്ടോത്തുണ്ടാവും. എന്താ, അന്ന് രാവിലെ ഒരു മദ്രസ ഉണ്ടാവും, പിന്നെ സ്കൂൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ രാത്രിക്കലത്ത് ഒത്തുണ്ടാവും. അപ്പോൾ രണ്ടോത്തിന് പോകുക പന്തക്കുറ്റിയും പിടിച്ചിട്ടാണ്. പന്തക്കുറ്റിയും പിടിച്ചിട്ട് അങ്ങനെ പോകും. അപ്പോൾ അതിൽ വിളവന്മാർ ഇത് ഊതാൻ ശ്രമിക്കും. അടിയും പിടിയൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം. അതൊരു നൊസ്റ്റാൾജിയ ഓർത്തതാണ്. ഏതായിരുന്നാലും അങ്ങനെ ഈ രൂപത്തിൽ പിന്നെ ഇങ്ങനെ ആളുകൾ ഉപയോഗപ്പെടുത്തുന്ന ഒരു കാലഘട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലത്ത് മദീന മസ്ജിദിൽ ഇന്ന് ലൈറ്റും സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അന്ന് എന്താ ഉള്ളത്? അന്ന് ഇതാണ്. പിന്നെ പുക കൊണ്ട് ഇടങ്ങാറായപ്പോഴാണ് ആരോ ഒരാൾ പിന്നീട് എന്ത് ചെയ്യാണ്, എണ്ണ ഒഴിച്ചിട്ട് തിരി കത്തിക്കാൻ തുടങ്ങി. പിന്നീട് കുറേ കാലത്തിന് ശേഷം ആരോ ഒരാൾ കുറേ ദൂരദേശത്ത് യാത്ര പോയി വന്നപ്പോൾ ഒരു പാനൂസ് വിളക്ക് എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ പ്രത്യേകമായൊരു കൂടിൻ്റെ ഉള്ളിൽ ഇതൊരു തിരി വെച്ച് കത്തിക്കണ സംവിധാനമൊക്കെ, അതൊക്കെ വളരെ പിൽക്കാലത്ത് മിർത്താബ് റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിലായിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നു. അങ്ങനെയൊക്കെയാണ് വന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ, ആ കാലഘട്ടത്തിൽ അന്ന് ഇശാക്കും ഫജ്റിനും കണ്ണ് കാണൂല, ഇരുട്ടാണ്. അപ്പം അതുകൊണ്ട് അന്ന് ആരെ വന്നോ വന്നില്ലാന്നൊന്നും ആർക്കും തിരിയൂല. മഗ്‌രിബി ആകുമ്പോൾ ഏകദേശം അങ്ങനെ അസ്തമിച്ച് വരുന്നേ ഉള്ളൂ. അപ്പം നിസ്കരിക്കാൻ വരുന്നവരൊക്കെ ഏകദേശം തിരിയും. ഇതായിരിക്കും തിരിയൂല. അപ്പോൾ മുനാഫിക്കുകൾക്ക് ആ സമയത്ത് വരാൻ കുറച്ച് മടിയായിരുന്നു. ഇതാരും കാണാമല്ലോ, കാണാത്തതിനിപ്പോൾ എന്തിനാൻ പോകുന്നത്? കാരണം ഗനീമത്ത് മുതൽ ഓരിവെക്കുമ്പോൾ ഇസ്ലാമിക സൊസൈറ്റിയുടെ ആനുകൂല്യങ്ങൾ മുത്ത മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിതരണം ചെയ്യുമ്പോൾ അതൊക്കെ കിട്ടണമെങ്കിൽ ഞാനും ഇതിൻ്റെ ആളാണെന്ന് ഇങ്ങനെ അറിയിക്കണ്ടേ? അപ്പോൾ അതിനൊക്കെ പള്ളിയിൽ വരുമ്പോൾ ആൾക്കാർ നല്ലോണം കാണുന്ന സമയത്ത് വന്നിട്ടല്ലേ കാര്യമുള്ളൂ, കാണാത്ത സമയത്ത് വന്നിട്ട് എന്താ കാര്യം? അപ്പം അതുകൊണ്ട് അവർക്കത് വലിയ പിന്നെ അസ്കലായിരുന്നു, വലിയ ഭാരപ്പെട്ട സമയമായിരുന്നു എന്നാണ്. അപ്പോൾ ഇന്ന് നമുക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? നമുക്ക് നമ്മളെ ഉറക്കത്തിൻ്റെ പ്രശ്നമാണ്. അസറാണ് പലപ്പോഴും ആ സമയത്ത് ചിലർക്ക് പ്രശ്നം, ചിലർക്ക് മഗ്‌രിബാണ് പ്രശ്നം, ചിലർക്ക് സുബഹിയാണ് പ്രശ്നം. സുബഹി എന്തായാലും 95% ആളുകൾക്കും പ്രശ്നം തന്നെയാണ്. കാരണം ഏതാണ്ട് എല്ലാവരും ഉറങ്ങിക്കിടക്കുന്നവരാണ്. ഒരു നമസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ പള്ളികളും കൂടുതൽ ആളുകൾ ഉണ്ടാവേണ്ട സമയം എപ്പോഴാണ്? ഫജ്റാണ്. കാരണം മറ്റ് സമയങ്ങളിലൊക്കെ ആളുകൾ പലയിടത്തുമായിട്ട് ആയിപ്പോകും. അതേ അവസരത്തിൽ സുബഹിക്കാണ് പള്ളിയിൽ ധാരാളം ആളുകൾ ഉണ്ടാവേണ്ടിയിരുന്നത്. പക്ഷേ വിരോധാഭാസം, പള്ളികളിൽ ആ സമയത്ത് പലപ്പോഴും ആളുകൾ കുറയുന്നു. നമ്മൾ നമ്മുടെ കാര്യം ശ്രദ്ധിക്കുക, നമ്മളെത്തിപ്പെടാൻ നോക്കുക. ഞാൻ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ഞാനത് ഉദ്ദേശിക്കുന്നു, എൻ്റെ കാര്യമല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്നുള്ള നിലക്ക് അവരവർ ഇതെനിക്കൊരു ഭാരമായ മുനാഫിക്കിൻ്റെ രൂപത്തിൽ ഞാനായി തീരാൻ പാടില്ല എന്ന് അവരവർ തീരുമാനമെടുക്കുക. സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തിയതാണ്. അപ്പോൾ ഇവർ നിസ്കാരത്തിന് വരുന്നത് തന്നെ അത് ആളുകളെ കാണിക്കാനാണ്. അതാണ് ഇപ്പോൾ നമ്മുടെ അധ്യായമായിട്ടുള്ള ബന്ധം. പിന്നെ യുറാഊനന്നാസ, അവർ ജനങ്ങളെ കാണിക്കുന്നവരാണ്. ഉപോത്ബലകമായ ആയത്തുകളാണ് നമുക്കൊക്കെ സുപരിചിതമായ ഏത്? അറഅയ്തല്ലദീ يكذب بالدين فذلك الذي يدعو اليتيم ولا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم യുറാഊൻ. അവർ കാണിക്കുന്നവരാണ്, ആളുകളെ കാണിക്കാൻ വരുന്നവരാണ്. പിന്നെ അവരെക്കുറിച്ച് ഈ ആയത്തിൽ എന്താ പറഞ്ഞത്? കാണിക്കുക. അതാണ് ഇപ്പോൾ നമ്മുടെ അധ്യായം. അതോടൊപ്പം വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീലാ, വളരെ കുറഞ്ഞ സമയമല്ലാതെ അവർ അള്ളാഹുവിനെ സ്മരിക്കുകയുമില്ല. അതും മുനാഫിക്കുകളുടെ മറ്റൊരു ലക്ഷണമാണ്. അവർ നിസ്കാരമൊക്കെ സ്പീഡിൽ കഴിയും. എത്ര പെട്ടെന്നാണ് കഴിയാമെന്നറിയാം. തുമഇനീനത്ത് എന്ന് പറയുന്ന സംഗതി ഉണ്ടാവില്ല. നിസ്കാരത്തിൻ്റെ റുക്കിനാണ്, നിർബന്ധമായ കാര്യമാണ് തുമഇനീനത്ത്. അത് പഠിക്കാത്ത ഒരു കൊച്ചുകുട്ടി പോലും ഉണ്ടാവില്ല. എന്താ തുമഇനീനത്ത് എന്ന് പറഞ്ഞാൽ? ഓരോ ഫർളുകളിലും നമ്മൾ കൃത്യമായി എന്ത് ചെയ്യണം? അടങ്ങണം, അടക്കമുണ്ടാകണം. അതതിൻ്റെ നിസ്കാരത്തിൻ്റെ റുക്കിനാണ്, ഫർളാണ്. അപ്പോൾ അത് റുക്കുഴിൽ പോയില്ലേ അപ്പോഴേക്ക് ഉയർന്നു,
എത്തിദാലിൽ ഇങ്ങോട്ട് വന്നിട്ട് നടു നീർന്നിലാപ്പോഴേക്ക് സുജൂദിലേക്ക് പോയി. സുജൂദിൽ പോയി നെറ്റി വെച്ചിലാപ്പോഴേക്ക് പെട്ടെന്ന് കരണ്ടടിച്ച പോലെ നെറ്റി എടുത്തു. ഇരുന്നിലാപ്പോഴേക്ക് പിന്നെയും പോയി. ഇങ്ങനെ ഒരു ഹൈ സ്പീഡ് നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 3 തവണ പറഞ്ഞു, തിൽക സ്വലാത്തുൽ മുനാഫിഖ്. അത് മുനാഫിക്കിൻ്റെ നിസ്കാരം, അത് മുനാഫിക്കിൻ്റെ നിസ്കാരം, അത് മുനാഫിക്കിൻ്റെ നിസ്കാരം. ഓ സമയത്തിനൊന്നും പള്ളിയിലുണ്ടാവില്ല, സമയത്ത് നിസ്കരിക്കില്ല. സമയം തീരാനായി ഇത് കണ്ട കൊട്ടിപ്പറഞ്ഞ് വേഗത്തിൽ അവൻ എഴുന്നേറ്റിട്ട് 2 കൊത്തുകൊത്തും. ബഖറത്തുൽ ഖുറാബ്, കാക്ക കൊത്തും പോലെ 2 കൊത്തുകൊത്തും. ധാന്യം കൊത്ത് എത്ര സ്പീഡിലാ കൊത്ത്. എന്താണ് ആ ഉപമയുടെ ഏറ്റവും നല്ലൊരു ചൊറുക്കുള്ള ഉദാഹരണമല്ലേ ഇത്? എത്ര പെട്ടെന്നായിരിക്കും. അമ്മാതിരി അവൻ്റെ നിസ്കാരം പെട്ടെന്ന് ആർക്കോ വേണ്ടി എന്തോ തിരക്കുള്ളത് പോലെയാണ്. നിസ്കാരത്തിൻ്റെ ശേഷം അസ്തഗ്ഫിറുല്ലാഹ് പറയാനും കൂടി ഒരു നേരമല്ല. എന്നിട്ടോ പുറത്ത് പോയിട്ട് വായും പൊളിച്ച് ഇങ്ങനെ നിൽക്കുകയും ചെയ്യും. ശൈത്താന് സന്തോഷമായി. പള്ളിയിൽ നിന്ന് വേഗം എണീറ്റ് ഓടണുണ്ടാവും വിചാരിക്കുമ്പോൾ എന്തോ ഭയങ്കര തിരക്കായിട്ട് പോകണം. ശൈത്താൻ പറഞ്ഞയക്കാണ് എന്തോ തിരക്കുണ്ട്. ഒരു തിരക്കുമില്ല. പുറത്തു പോയാൽ പിന്നെ ഒപ്പുള്ള ചങ്ങായിനോട് വർത്താനം പറഞ്ഞിട്ട് മണിക്കൂറുകളോളം നിൽക്കും. ഇതൊന്ന് ഒഴിവായാലോ. ശൈത്താൻ എന്തേ വേണ്ടു, നിങ്ങൾ പള്ളിയിൽ വരാതാക്കാൻ നോക്കി. അപ്പം നിങ്ങൾ വന്നാൽ ഇനിയിപ്പോൾ വിടാൻ പറ്റുമോ? വന്നാൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ബിസി നിങ്ങളുടെ മനസ്സിൽ തോന്നിപ്പിച്ചിട്ട് ദിക്റൊന്നും ശരിക്കും മൊഴിയാനും പറയാനും നിസ്കാരം അതിൻ്റെ യഥാർത്ഥമായ ആദാബുകൾ പാലിച്ചുകൊണ്ട് അടക്കത്തോടെ ഒതുക്കത്തോടെ നിർവഹിക്കാനും ഒന്നും നിങ്ങളുടെ മനസ്സ് പര്യാപ്തമാവാത്ത വിധത്തിൽ നിങ്ങളുടെ മനസ്സിൽ തിരക്ക് തോന്നിപ്പിക്കുക. ബിസി അങ്ങനെയല്ലേ നമ്മൾ എല്ലാം നഷ്ടപ്പെടുത്തുന്നത്? അല്ല ഇപ്പോൾ സമയമില്ലായിട്ടാ? എന്താ അതൊന്നും മര്യാദക്ക് നിർവഹിച്ചാൽ പറ്റുന്നില്ല. ഫർള് നിസ്കരിക്കുമ്പോൾ നമുക്കത് ചെയ്തൂടെ? സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ വീട്ടിൽ കാക്കാൻ പറയണത് തന്നെ എന്തിനാണ്? ചൊറുക്ക് കൂട്ടി നിസ്കരിക്കേണ്ട. അത് പള്ളിയിൽ വെച്ചിട്ടാവുമ്പോൾ ആൾക്കാർ കാണുന്ന ഒരു ഇടങ്ങേറ് വരും. അതിൽ ഇബ്ലീസ് വല്ലാണ്ട് കളിക്കും. സുന്നത്ത് നിസ്കരിക്കുന്ന അത് വീട്ടിൽ കാക്കാനും പറഞ്ഞു. ആരും കാണൂലല്ലോ. എൻ്റെ വരിയിൽ പോയിട്ട് റൂമിൽ നിന്ന് മുസല്ലിട്ടിട്ട് സുന്നത്ത് നിസ്കരിക്കുകയാണ്. ഫർള് നിസ്കാരത്തിന് പങ്കെടുത്തതുപോലുള്ള കൂലി വീട്ടിൽ നിന്ന് സുന്നത്ത് വീട്ടിൽ പോയി നിസ്കരിച്ചാൽ പള്ളിയിൽ നിസ്കരിക്കണേക്കാൾ എത്ര കൂലിയുണ്ട്? എന്താ അത് കാരണം? അതിന് പണ്ഡിതന്മാർ പറഞ്ഞ ഒരു ന്യായം അബ്അദു മിന റിയാഇ എന്നാണ്. ഒന്നാമത്തെ കാരണം അത് റിയായില്ലെന്ന് വളരെ ദൂരത്താവുന്നു. മറ്റേ ഞാൻ എല്ലാവരും നിസ്കരിച്ച് സലാം കുറ്റിയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്, ഞാൻ അങ്ങനെ നിന്ന് ഇന്നൊരാൾ നിസ്കരിക്കുമ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല, കയ്യ അപ്പളാ തോന്നിയത് വേറെ ആൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, ശൈത്താനെ തോന്നിപ്പിച്ചു. ഞാൻ വളരെ ഖുശൂഇലാക്കി വളരെ പതുക്കെ എങ്ങനെയെന്നാ പറയുന്നത് അങ്ങനെയൊക്കെ ആക്കി. യുഹ്സിനു സ്വലാത്തഹു, എൻ്റെ നിസ്കാരത്തിന് ഇങ്ങോട്ട് ഭംഗി ഖുശൂഅൊക്കെ കൂട്ടി. എന്താ ഉദ്ദേശം? വന്ന് നോക്കലാണ്. പോയി ആ കാട്ടിക്കൂട്ടലൊക്കെ വെറുതെ ആയി. അതെന്നെ റിയാദ്. അതുകൊണ്ട് സുന്നത്താണ്ടായിക്കോ. ഫർളിൽ നമുക്ക് എങ്ങനെ കാട്ടിക്കൂട്ടി ആരെ നമ്മൾ ശ്രദ്ധിക്കുന്നത്? ഞാൻ നിസ്കരിക്കണം. അപ്പം അവിടെ നമുക്കത് ചെയ്തൂടെ? വളരെ ശ്രദ്ധാപൂർവ്വം നിർവഹിച്ചൂടെ? സാവകാശം ചെയ്തൂടെ? അതുകൊണ്ട് നമ്മൾ ഏത് നിസ്കാരത്തിലും അടക്കവും ഒതുക്കവും ദിക്റുകൾ 3 തവണയാണ് അതിൻ്റെ പൂർണ്ണരൂപം. ഇനി നിങ്ങൾക്ക് വല്ലാത്ത തിരക്കുണ്ടോ, ചിലപ്പോൾ വളരെ തിരക്കുണ്ടാവും, എങ്കിൽ 1 തവണയെങ്കിലും മര്യാദക്ക് ചൊല്ലുക. അത് നിസ്കാരം കഴിഞ്ഞാൽ നിസ്കാരത്തിലാവട്ടെ നമ്മൾ ചെറുപ്പത്തിലേ പഠിച്ചു വെച്ച ഒരു താളക്രമവും ഒരു സ്പീഡും ഒക്കെ ഉണ്ട്. അതിലാണ് തുടങ്ങി അവസാനത്തിലാണ് ഓഫാക്കല. അത്തഹിയാത്തൊക്കെ നമ്മളോട് ഒരാൾ ചൊല്ലാൻ പറഞ്ഞാൽ ഞാനാട് ചൊല്ലിയാൽ നിങ്ങളെ മുമ്പ് നിന്ന് എനിക്ക് ചൊല്ലാൻ പറ്റൂല. അപ്പം ഞാൻ ചോദിക്കുകയാണ്, അപ്പം എന്നോട് നിങ്ങൾ ചോദിക്കുകയാണ്, അത് ശരി നിങ്ങൾ ഇത്ര വലിയ മൗലവിയായിട്ട് നിങ്ങൾക്ക് ഇതുവരെ അത്തഹിയാത്തും എല്ലാം അറിയില്ല. എനിക്ക് അത്തഹിയാത്തും എല്ലാം അറിയായിട്ടല്ല, ഞാൻ 2ാം ക്ലാസ് മുതൽക്ക് ശീലിച്ചൊരു സ്പീഡുണ്ട്. ആ സ്പീഡ് തെറ്റിച്ചാൽ പിന്നെ എനിക്ക് കിട്ടൂല. കുല്യായുൽ കാഫിറൂൻ നേരം വെളുക്കോളം ഞാൻ ഓതേണ്ടി വരും. അഅ്ബുദുമാ തഅ്ബുദൂനമ്മ ഞാനാണ് നേരം വെളുപ്പിക്കേണ്ടി വരും. അവസാനം പിന്നെ ലക്കും ദീനക്കും വലിയ ദീനാണ് പറയേണ്ടി വരും. പിന്നെ മസീഹ് ദജ്ജാൽ എന്ന് പറയുന്നത് സ്റ്റോപ്പ് ചെയ്യലാണ്. എന്താ കാരണം എന്നറിയോ? നമുക്കതിനെപ്പറ്റി ഒരു ധാരണ. അത് പറ്റൂല എന്ന് ഞാൻ പറയുന്നത്. നമ്മൾ ഓരോ ദിക്റുകളും മുനാഫിക്ക് ചെല്ലുമ്പോൾ അവർക്ക് വിഷയമൊന്നുമല്ല. നമ്മൾ കൈയാണ് കെട്ടി നിന്ന് ഓരോന്നും അത് തന്നെ വ്യത്യാസപ്പെടുത്തണം എന്ന് പറയുന്നതാണ് അഫ്ളലായ രീതി. അല്ലാഹു അക്ബർ എന്നാണ് കൈകെട്ടിയാതു. അദ്ഇയത്തുൽ ഇസ്തിഫ്താഹ്, നിസ്കാരത്തിലെ പ്രാരംഭ പ്രാർത്ഥനകൾ മുത്തു മുസ്തഫ പഠിപ്പിച്ച വിവിധ രീതികളുണ്ട്. 1 2 രീതിയൊന്നുമല്ല. നമ്മളാകെ പഠിച്ചൊരു വജ്ജഹത്തുണ്ട്, മരിക്കോളം വജ്ജഹത്ത് ഓതിയിട്ട് നമ്മൾ മരിക്കും. വേറെ ഒരു സുന്നത്തും നമ്മൾ പാലിക്കൂല. വേറെ എന്തെല്ലാം പ്രാർത്ഥന ഉണ്ട്. അള്ളാഹു എന്നാൽ വജ്ജഹത്ത് പൂർണ്ണമായിട്ട് ഓതുമോ? അത് നമുക്കറിയില്ല. വജ്ജഹത്ത് തന്നെ പൂർണ്ണമായ രീതി വേറെ ഉണ്ട്. അത് തന്നെ പൂർണ്ണമായ രീതി വേറെയാണ്. പക്ഷേ അതധികവും രാത്രി നമസ്കാരത്തിനാണ് അള്ളാഹുവിൻ്റെ റസൂൽ ചൊല്ലിയിരുന്നത് എന്ന എക്സ്ക്യൂസ് നമുക്ക് ഉപയോഗപ്പെടുത്താം. ഓക്കെ. അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖതായായ എന്ന് തുടങ്ങുന്ന തങ്കപ്പെട്ട പ്രാർത്ഥന അല്ലേ? കയ്യാൻ കെട്ടിയയക്കുന്ന നമ്മൾ എന്നെ ക്ലിയറാക്കുക അല്ലാഹ്. വെള്ള വസ്ത്രം അഴുക്കില്ലെന്ന് എപ്രകാരം ക്ലീനാക്കുമോ? ഒരു പുള്ളി ഉണ്ടെങ്കിൽ ഞാനത് കഴുകൂലേ, മാറ്റൂലേ, ആളുകൾ കാണൂലേ? വെള്ളയല്ലേ ഇത്, കറുപ്പല്ലല്ലോ, മറൂണല്ലല്ലോ, വേറെ ഡ്രസ്സല്ലേ, ഇത് വൈറ്റ് അല്ലേ, എത്രയാ എനിക്ക് റബ്ബേ അതുപോലെ ക്ലീനാക്കി റബ്ബേ. വൈറ്റ് പേപ്പർ പോലെ, വെള്ള വസ്ത്രം പോലെ എൻ്റെ മനസ്സിനെ ക്ലീനാക്കിക്കൊണ്ട റബ്ബേ. എന്തൊക്കെയാണ് നമ്മൾ ചോദിക്കുന്നത്? നമ്മൾ മനസ്സറിഞ്ഞ എത്ര ആളുകളുണ്ട്? അത് അറിഞ്ഞ എത്ര ആൾക്കാരുണ്ട്? വജ്ജഹത്തു അല്ലാഹുമ്മ ബാഇദ് ബൈനി. പിന്നെ വലിയ തിരക്കുണ്ടോ? സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക. പിന്നെ അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല. ഇങ്ങനെയൊക്കെ ഉള്ളതുണ്ടല്ലോ. മാറ്റിയും ചൊല്ലുമ്പോൾ എന്താണെന്നറിയോ?
ഒരു ശ്രദ്ധ ഉണ്ടാവുന്ന ഉലമാ അവിടെ പ്രത്യേകം പറയാണ്. നമ്മൾ കൈയാണ് കെട്ടിയ ഓട്ടോമാറ്റിക്കലി വജ്ജഹത്തുന്ന് വരികയാണ്. അതിന് ഓർമ്മ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കൈയാണ് കെട്ടിയ വജ്ജഹത്തു. അങ്ങനെ ആവരുത്. കൈ കെട്ടിയാൽ ളുഹറിന് നിങ്ങൾ വജ്ജഹത്തിയല്ലോ, അസറിന് അല്ലാഹുമ്മ ബാഇദ് ബൈനി അല്ലിക്കോ, മഗ്രിബിക്ക് മറ്റേതെടുത്തോ, ഓരോന്നും മാറി മാറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അദ്ഇയത്തുൽ ഇസ്തിഫ്താഹുകളൊക്കെ നമ്മുടെയും ജീവിതത്തിൽ മാറി 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 നിർവഹിക്കുന്നതിൽ 2 ഗുണങ്ങളുണ്ട്. 1 ശ്രദ്ധയുണ്ടാകും മനസ്സിന്, 2 ഇത്തിബാഉർ റസൂൽ എന്ന പുണ്യം നമുക്ക് ആ വിഷയത്തിൽ ലഭ്യമാവുകയും ചെയ്യും. അപ്പോൾ അത് ഞാൻ സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തിയതാണ്. അത് റുക്കൂഴിലാവട്ടെ, സുജൂദിലാവട്ടെ, തശഹുദിലാവട്ടെ ഒക്കെ വ്യത്യസ്ത രീതികളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മളത് നിർവഹിക്കുന്നത് തെറ്റുകൂടാതെ ആവണം. ഒന്നാമത്തെ കാര്യം തെറ്റുകൂടാതെ ആവണം. ഏത് സമയത്തും നമുക്കത് ചൊല്ലാൻ കഴിയണം. കാരണം അള്ളാൻ്റെ മുമ്പിലിരിക്കുമ്പോൾ എനിക്കൊരു സ്പീഡുണ്ട് എന്ന് പറഞ്ഞാൽ പോരാ, അത് സാവകാശം ചൊല്ലുക. നിങ്ങളിന്നെ ചോദ്യം ചെയ്യൽ കിടക്കുന്നത് എനിക്കത് ഇപ്പം നിങ്ങളോടാണ് പറയാൻ കിട്ടായാണ്. ഞാൻ നിസ്കരിക്കാനാണ്ട് ഇരുന്ന മണിമണിയായിട്ട് ഞാനാണ് പറയും. ആ മണിമണിയായിട്ടാണ് പറയുമ്പോൾ മനസ്സ് തട്ടുന്നുണ്ടോ? അത് അങ്ങനെ മണിമണിയായിട്ടാണ് പറയില്ല. അപ്പോൾ നമ്മളുടെ ലക്ഷ്യം അത് വേണ്ടാന്നാണ് പറയുന്നത്. അത് ഈ വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല എന്ന് പറയുന്ന ഒരേ ഇടപാടാണ്. ഓരോ സ്പീഡിലാണ് പറയും. നമുക്ക് അങ്ങനെയല്ലല്ലോ. നമുക്ക് പറയുന്ന ഓരോന്നും നമ്മുടെ മനസ്സിൽ തട്ടി പറയണം. അതാ നിസ്കാരത്തിലെ ഖുശൂഅ്, അതാ ഭക്തി, അതാണ് ഭയഭക്തി. നമ്മുടെ ഖൽബ് ഭക്തിപൂർണമായാൽ അവയവങ്ങളും അടങ്ങും. ഖൽബടങ്ങിയാൽ ശരീരവും അടങ്ങും, ജസദും അടങ്ങും. അതിന് വഴിയുള്ളൂ. അപ്പം അതുകൊണ്ട് നിസ്കാരത്തിൻ്റെ കാര്യത്തിലും നിസ്കാര ശേഷമുള്ള ദിക്റുകളിലും ഒക്കെ നമ്മളെ ഇടയിലെടുത്തതിനാണ് ഒറ്റപ്പെടൽ റബ്ബി ഫിർലി അല്ലെങ്കിൽ അല്ലാഹുമ്മ ഫിർലി ഇങ്ങനെ പറഞ്ഞു സുബ്ഹാൻ റബ്ബിയൽ സുബ്ഹാൻ റബ്ബിയൽ എന്ത് സുബ്ഹാൻ എന്തായി പറയും? സുബ്ഹാൻ റബ്ബിയൽ അലാ എന്നൊരു ദിക്റുണ്ടോ സുജൂദിൽ? സുബ്ഹാൻ റബ്ബിയൽ സുബ്ഹാനാന്നുണ്ടോ? സുബ്ഹാനെ എന്തായി പറയുന്നത്? നമ്മൾ ഒന്ന് മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായി സുബ്ഹാന റബ്ബിയൽ അളീം, സുബ്ഹാനക അല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗഫിർലി, അല്ലെങ്കിൽ സുബ്ഹാന റബ്ബിയൽ അഅല, അല്ലെങ്കിൽ അല്ലാഹുമ്മ ഗഫിർലി വർഹംനി വഹ്ദിനി വആഫിനി വർസുഖ്നി, ഇങ്ങനെ അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖത, ഇങ്ങനെ ഒന്ന് മനസ്സറിഞ്ഞ് ഒരു തശഹുദ് ഓരോന്നും നമ്മളിങ്ങനെ ചൊല്ലുമ്പോൾ അതിങ്ങനെ മനസ്സിൽ വരണ്ടേ, അർത്ഥം പഠിക്കണ്ടേ, ആശയം പഠിക്കണ്ടേ. അതാണ്. മറ്റത് എന്താണ്? അതൊരു ഓട്ടോമാറ്റിക്കലി അത് കാമ്പില്ലാത്ത നിസ്കാരമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. റഹ്മാനായ റബ്ബിൻ്റെ കോടതിയിലെത്തുമ്പോൾ ഒരേ നിസ്കാരമാണ്, ഒരേ പള്ളിയിൽ നിന്നാണ്, ഒരേ സഫിലാണ് നമ്മൾ നിസ്കരിച്ചിട്ടുണ്ടാവുക. പരലോക കോടതിയിലെത്തുമ്പോൾ ഓരോരുത്തർക്കും അവിടെ കൂലി റെക്കോർഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക. ചിലർക്ക് 10-1, ചിലർക്ക് 9-1, ചിലർക്ക് 8-1, 7-1, 6-1, 5-1, 4-1, 3-1, പകുതി. പൂർണ്ണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല. നമ്മളത് എവിടെ ഉണ്ടാവുക? പരലോക കോടതിയിൽ ഇതിൻ്റെ കണക്ക് നോക്കുമ്പോൾ നമ്മുടെ നിസ്കാരം നമ്മളിങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഞാൻ ഇപ്പം നിസ്കരിച്ചു. ഇത് അവിടുത്തെ കോടതി. നമുക്കിവിടെ ദുന്യാവിലൊരു കർമ്മം ചെയ്താൽ, ഒരാൾക്കൊരു പൈസ അയച്ചു കൊടുത്താൽ, ഒരു കാശ് അയച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കിട്ടിയോ അല്ലേ എന്നുള്ള വിവരം അറിയാൻ ഞാൻ എന്തൊരു ടെൻഷനാണ് നമുക്ക്, അല്ലേ? ആ പൈസ അയച്ചിട്ട് ഇപ്പോൾ കിട്ടിയോ അല്ലേ? അയച്ചു, പൈസ കയ്യിൽ നിന്ന് പോവുകയും ചെയ്തു, റബ്ബേ അതവിടെ കിട്ടിയോ അല്ലേ? എന്താ നമുക്കൊരു ബേജാറല്ലേ? ആഖിറത്തിലേക്ക് വേണ്ടി ചെയ്ത ഈ കാര്യങ്ങൾ, നമ്മൾ നിസ്കാരങ്ങൾ, നോമ്പുകൾ, ഹജ്ജ്, സക്കാത്ത്, സദഖകളൊക്കെ ഇതൊക്കെ സ്വീകരിക്കപ്പെട്ടോ ഇല്ലേ എന്ന് അറിയാൻ ദുന്യാവെന്നൊരു വഴിയില്ല, ആഖിറത്തിൽ എത്തുതന്നെ വേണം. പിന്നെ ചില അടയാളങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട് ചില പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ. അതെന്താണ്? ഏതൊരു സൽക്കർമ്മവും സ്വീകരിക്കപ്പെട്ടു എന്നുള്ളതിന് നമുക്ക് കുറച്ചൊക്കെ മനസ്സിലാക്കാവുന്ന ഒരു മാർഗം, ഒരു സൽക്കർമ്മത്തിൻ്റെ ശേഷം ആ സൽക്കർമ്മം തന്നെ വീണ്ടും തുടരുവാനുള്ള ഉന്മേഷവും ആ സൽക്കർമ്മത്തിൻ്റേതായ ഒരു കുളിരും തണുപ്പുമൊക്കെ എൻ്റെ ജീവിതത്തിൽ നിലനിർത്തുവാനും സാധിക്കുന്നുവെങ്കിൽ എൻ്റെ കർമ്മത്തിന് സ്വീകാര്യത കിട്ടിയിട്ടുണ്ടാകുമെന്ന് എനിക്ക് പ്രതീക്ഷിക്കാം. ബാക്കി അള്ളാഹുവാണ്, അവൻ നീതിമാനാണ്. അവൻ ഒരാളോടും വലാ യദ്ലിമു റബ്ബുക അഹദ, ഒരു തരിമ്പും ഒരാളോടും നിൻ്റെ റബ്ബ് അനീതി കാണിക്കുകയില്ല. നമ്മൾ പ്രാർത്ഥിക്കുക, നമ്മൾ ദുആ ചെയ്യുക, അള്ളാഹുവെ കബൂലാക്കണേ എന്ന് പറയുക. ഏതവസരത്തിലും അതൊക്കെയാണ് നിവൃത്തി. അപ്പം അതുകൊണ്ട് തന്നെ മുനാഫിക്കുകളുടെ ഈ 3 സ്വഭാവങ്ങളും അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നത് ആ കാപട്യം നമ്മുടെ ഹൃദയത്തിൽ ഇല്ലാതിരിക്കുവാനാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ അധ്യായത്തിലെ ഈ 3 ആയത്തുകളും വളരെ ഗൗരവതരമായ കാര്യങ്ങളാണ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. റിയാഇൻ്റെ ഗൗരവമാണ് നമ്മളിതിലൂടെയൊക്കെ മനസ്സിലാക്കേണ്ടത്. അതോടനുബന്ധമായ കാര്യങ്ങൾ കൂടി നമ്മളതിൽ വിശദീകരിച്ചപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിആയ ഇൽമിനെ നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്കെല്ലാം അല്ലാഹു പരിപൂർണമായും ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ واجر والدينا من النار. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. ربنا تقبل منا إنك أنت السميع العليم. اللهم صل على محمد وعلى آل محمد. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.